നമസ്കാരം, ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. ഒരു നിശ്ചിത കാലയളവിൽ പ്രതീക്ഷിക്കുന്ന വരുമാനവും ചെലവും വിവരിക്കുന്ന ഒരു സാമ്പത്തിക പദ്ധതിയാണ് ബജറ്റ്. വിഭവ വിനിയോഗത്തിൻ്റെ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു റോഡ് മാപ്പാണ് ബജറ്റിനെ വിശേഷിപ്പിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ബജറ്റിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ബജറ്റ് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം നിലനിർത്തണമെന്നാണ് പൊതുവെയുള്ള വയ്പ്. എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ബഹുഭൂരിപക്ഷം ജനങ്ങളെയും മാറ്റി നിർത്തപ്പെടുന്ന ഒരു ബജറ്റായി കാണേണ്ടിയിരിക്കുന്നു. ഈ ബജറ്റ് മൂന്നാം മോഡി സർക്കാരിൻ്റെ മൂന്നാമത്തെ ബജറ്റുമാണ്. നിർമ്മല അവതരിപ്പിച്ച അവരുടെ 9ാമത്തെ ബജറ്റുമാണ്. സാമ്പത്തിക വളർച്ച, ജനാഭിലാഷങ്ങളുടെ സാഫല്യം, എല്ലാവരുടെയും വികസനം തുടങ്ങി 3 കർത്തവ്യങ്ങളാണ് ബജറ്റിലെ സങ്കല്പമെന്ന് അവകാശപ്പെടുന്ന ധനമന്ത്രി ബജറ്റിനെ യുവശക്തി ബജറ്റ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെയൊന്നും വിശദാംശങ്ങൾ കാണുന്നില്ല. US പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച തീരുവയ്ക്കെതിരെ ബജറ്റിൽ ഒന്നും കാണുന്നില്ല. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ വൻ തകർച്ചയെക്കുറിച്ചും വിദേശ നിക്ഷേപം പിൻവലിച്ചുകൊണ്ടുള്ള പോക്കിനെ പറ്റിയും നിർമ്മലയുടെ ബജറ്റിൽ എന്നൊരക്ഷരം പറയുന്നില്ല. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ അംഗീകരിച്ച് പാർലമെന്റിൽ സമർപ്പിച്ചതാണ് ബജറ്റിനിപ്പോൾ സംഭവിച്ച മറ്റൊരു പ്രധാന കാര്യം. കേന്ദ്രം സമാഹരിക്കുന്ന നികുതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം 1% പോലും വർദ്ധിപ്പിക്കാൻ ശുപാർശയില്ല. അത് നിലവിലുള്ള 41% മാത്രമായി തുടരും. സംസ്ഥാനങ്ങളുടെ വിഹിതം 50% വർദ്ധിപ്പിക്കണമെന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതൊക്കെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉയരുകയാണെന്ന് വാതോരാതെ മോഡിയും BJP നേതാക്കളും നാഴിക്ക് 40 വട്ടം പറയുന്നുണ്ടെങ്കിലും മൊത്തം ആഭ്യന്തരോൽപാദനം വളരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അസമത്വവും എന്തുകൊണ്ട് കുറയുന്നില്ല എന്നതിന് വ്യക്തമായ മറുപടി പറയാൻ ഇക്കൂട്ടർക്ക് കഴിയുന്നില്ല. BJP പതിവ് പോലെ ഇത്തവണയും കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ചിരിക്കുകയാണ്. കേന്ദ്ര ബജറ്റിലൂടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണെന്ന പരിഗണന പോലും നൽകിയിട്ടില്ല. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയെപ്പറ്റി രാജീവ് ചന്ദ്രശേഖരനും കൂട്ടാളികൾക്കും മിണ്ടാട്ടവുമില്ല. കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ എന്തിയെ എന്ന ചോദ്യവും പ്രസക്തമാകുകയാണ്. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, വികസിത ഭാരത്, സാമ്പത്തിക വളർച്ച എന്നൊക്കെയുള്ള കേൾക്കാൻ കൊള്ളാവുന്ന വാക്കുകൾ അല്ലാതെ ബജറ്റിൽ എന്താണ് ഉള്ളതെന്ന ചോദ്യം ശക്തമാണ്. ലോകരാഷ്ട്രങ്ങൾക്ക് പോലും മാതൃകയാകുന്ന ഒരു പ്രദേശമായി മാറുകയാണ് കേരളം. എന്നാൽ കേരളത്തിൻ്റെ നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ തരത്തിലും ശ്രമിക്കുന്ന ഭരണകൂടമാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ. സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതുപോലും നൽകാൻ ശ്രമിക്കാതെ ഞെരിച്ചു കൊല്ലുകയാണ് ഇക്കൂട്ടർ. ഇവർക്ക് ശ്രുതി പാടുന്ന ഒരു കൂട്ടരായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. 10 വർഷം മുമ്പുള്ള കേരളമാണോ ഇന്നത്തെ കേരളം? അതിശക്തമായ അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിൽ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത്. വികസനവും സാമൂഹ്യനീതിയും ഉറപ്പാക്കി ഓരോ മലയാളിയെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർവതല സ്പർശിയായി വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള പരിപാടികളും പ്രത്യേക പദ്ധതികളും ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. ഇത് വെളിവാകുന്നത് LDF സർക്കാരിൻ്റെ കരുതലും നാളെയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമാണ്. 3ാം ഊഴത്തിലേക്ക് കടക്കുന്ന LDF സർക്കാർ ആത്മവിശ്വാസത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയുമാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് 3 മേഖലാ ജാഥകൾ LDF നേതാക്കളായിരിക്കുന്ന ബിനോയ് വിശ്വം, MV ഗോവിന്ദൻ, ജോസ് കെ മാണി എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. LDFിൻ്റെ മുന്നേറ്റം ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. ആ ഭരണം 10 വർഷം പൂർത്തിയാക്കുമ്പോൾ ഭൂമി, വീട്, ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങി സകല രംഗങ്ങളിൽ ജനപക്ഷ വികസനത്തിന് ബദൽ മാതൃക എന്താണ് ജനങ്ങൾക്ക് കണ്ടു. പവർ കട്ടില്ലാത്ത 10 വർഷത്തെ പറ്റിയും സഞ്ചാരയോഗ്യമായ റോഡുകളെ പറ്റിയും മുഖച്ഛായ മാറിയ കേരളത്തെ പറ്റിയുമാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. LDF ആണ് ശരിയെന്നും അതിൻ്റെ ഭരണമാണ് തുടരേണ്ടതെന്നും ജനങ്ങൾ പറയുന്നു. വലതുപക്ഷം തങ്ങളുടെ എല്ലാ ധനസ്രോതസ്സുകളെയും പ്രചരണ സാമഗ്രികളിലും ഒഴുക്കിവിട്ടാലും LDFിൻ്റെ അനിവാര്യമായ മുന്നേറ്റം തടഞ്ഞു നിർത്താനാവില്ല. ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ വിശ്വാസികൾ മുഴുവൻ തങ്ങളുടെ ഒപ്പമാണെന്നാണ് UDF വ്യാമോഹിക്കുന്നത്. അതിനുവേണ്ടി അവരുടെ പ്രചാരണ നാവുകൾ പറഞ്ഞു വരുത്തുന്ന നുണകൾക്ക് കയ്യും കണക്കുമില്ല. അവർ നുണകൾ കൊണ്ട് കോട്ടകൾ കെട്ടാൻ ശ്രമിച്ചാലും അത് വില പോകില്ല. കാരണം യഥാർത്ഥ വിശ്വാസികൾക്ക്
ഇടതുപക്ഷം തങ്ങൾക്കൊപ്പമാണെന്ന് ബോധ്യമുണ്ട്. എല്ലാ വിശ്വാസികളെയും ഉറ്റ ബന്ധുക്കളായാണ് ഇടതുപക്ഷം കാണുന്നത്. അവരുമായി കൈകോർത്ത് മതഭ്രാന്തിൻ്റെ ചീട്ടുകോട്ടകളെ നേരിടുകയാണ് LDF നയം. ഇതാണ് ഇന്നിൻ്റെയും നാളെയുടെയും രാഷ്ട്രീയം. ഈ രാഷ്ട്രീയമാണ് കേരളത്തിൽ LDFിൻ്റെ മൂന്നാം ഭരണം ഉറപ്പാക്കുന്നത്. അതിൻ്റെ സന്ദേശവാഹകരാണ് സംസ്ഥാനത്ത് പര്യടനം നടത്തുന്ന 3 ജാഥകളും. ജനയുഗം പൊളിറ്റിക് പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.